സിനിമകളുടെ കാലമാണിപ്പോൾ. മലയാളത്തിൽ നിന്ന് ലോകയും ഹിന്ദിയിൽ താമയുമൊക്കെ അരങ്ങു തകർക്കുമ്പോൾ സൂപ്പർ ഹീറോയിൻ യൂണിവേഴ്സിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അവയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മഹാകാളി. സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാൻ സംവിധാനം ചെയ്ത പ്രശാന്ത് വർമ്മയുടെ അവതരണത്തിൽ എത്തുന്ന മഹാകാളി ശ്രദ്ധേയമാകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ സവിശേഷമായും കന്നഡ നടി ഭൂമി ഷെട്ടി അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രത്തിനെ ചുറ്റുപറ്റിയാണ് ജിജ്ഞാസയും ആവേശവും ദിനംപ്രതി വളരുന്നത്. ഭൂമി ഷെട്ടി മഹാകാളിയായി വെള്ളിത്തിരയിൽ അവതരിക്കുമ്പോൾ അത് കന്നഡ സിനിമയിലെ ഈ പ്രിയ നടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലാകും എന്നാണ് ജനസംസാരം. ബംഗളൂരുവിലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൽ നിന്ന് ഒരു വനിതാ സൂപ്പർ ഹീറോ ആയി എത്തി നിൽക്കുകയാണ് ഭൂമി ഷെട്ടി ഇപ്പോൾ. മഹാകാളിയിലെ പ്രധാന വേഷത്തിൽ എത്തുന്നതിന് മുൻപ് കന്നഡ സീരിയലിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടി വരാനിരിക്കുന്ന ഈ സിനിമയിലൂടെ സൂപ്പർ താര പരിവേഷം കൂടി സ്വന്തമാക്കുമെന്നാണ് സിനിമാ രംഗത്ത് ഉയർന്നു കേൾക്കുന്ന പ്രവചനം. 1998 ഫെബ്രുവരി 19 കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഒരു തീരദേശ പട്ടണമായ കാന്താപൂരിൽ ജനിച്ച ഭൂമിയുടെ വെള്ളിത്തിരയിലേക്കുള്ള യാത്ര വളരെ അസാധാരണമായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും ഭൂമിയുടെ ആഗ്രഹം ചലച്ചിത്ര നടിയാകണം എന്നായിരുന്നു. തീരദേശ കർണാടകയിലെ പരമ്പരാഗത നൃത്ത നാടക രൂപമായ യക്ഷഗാനത്തിൽ ഭൂമി പരിശീലനം നേടുകയുണ്ടായി. തന്റെ ഭാവങ്ങൾ, ശരീരഭാഷ എന്നിവ രൂപപ്പെടുത്തിയത് തന്റെ നാടക പശ്ചാത്തലമാണെന്നും ഒരു കഥാപാത്രത്തിൽ തന്നെ എങ്ങനെ നഷ്ടപ്പെടുത്തണമെന്ന് യക്ഷഗാനം തന്നെ പഠിപ്പിച്ചു എന്നും ഭൂമി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. കന്നഡ സീരിയലായ കിന്നരിയിലൂടെയാണ് ഭൂമി തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. അതിലൂടെയാണ് ആദ്യമായി പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുന്നത്. താമസിക്കാതെ പെല്ലദത്ത എന്ന സീരിയലിലൂടെ തെലുങ്കിലേക്കും കടന്നു. ഒരു പുതുമുഖത്തെ സംബന്ധിച്ച് അപൂർവമായ നേട്ടമായിരുന്നു അത്. 2019 ബിഗ് ബോസ് സീസൺ 7 പങ്കെടുത്തതോടെ ഭൂമിയുടെ ജനപ്രീതി കുതിച്ചുയർന്നു. ആ സീസണിലെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഭൂമി. ബിഗ് ബോസിന് ശേഷമുള്ള ഭൂമിയുടെ അഭിനയം ഇക്കാത്തിലൂടെയാണ് ആരംഭിച്ചത്. നർമ്മവും ജീവിത യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ട സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ ഹിറ്റായിരുന്നു. അതിനുശേഷം വിജയ് ദേവരകൊണ്ടയുടെ സിനിമയിൽ ഉൾപ്പെടെ പല സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഭൂമിക്ക് സാധിച്ചു. ഓരോ സിനിമയും ഭൂമിയുടെ അഭിനയ രംഗത്തെ നേട്ടമായിരുന്നു. ഇത് മഹാകാളി എന്ന വലിയ സിനിമയിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് വഴിയാവുകയായിരുന്നു. പ്രശാന്ത് വർമ്മ എഴുതി RKD സ്റ്റുഡിയോസിന് കീഴിൽ റിവാസ് രമേശ് ദുഗൽ നിർമ്മിക്കുന്ന മഹാകാളി പശ്ചിമ ബംഗാൾ പശ്ചാത്തലത്തിലാണ് ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പുരാണവും ആധുനികതയും ഇടകലർത്തി ഒരുക്കുന്ന ഒരു സിനിമയാണ് മഹാകാളി. ഷൂട്ടിംഗ് ഇതിനകം പകുതി പിന്നിട്ടിരിക്കുന്നു. റിലീസ് വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കരുതാം. മഹാകാളിയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ചിത്രത്തിനുമേൽ ഉണ്ടാക്കിയിരിക്കുന്ന ജിജ്ഞാസ ചെറുതല്ല. ഒപ്പം പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററിൽ മഹാകാളിയുടെ ഭാവഹാവാദികളോടെ നിൽക്കുന്ന ഭൂമി ഷെട്ടിയും പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ വളരെ വലുതാണ്. മഹാകാളിയായി ഞെട്ടിക്കുമോ ഭൂമി ഷെട്ടി?